അതിന് സാഹചര്യം ഒരുങ്ങണം. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് മഹബ്ബത്തി, എന്റെ സ്നേഹം, അള്ളാഹ് പറഞ്ഞതായിട്ട് റസൂൽ പറയാണ്, അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു ലിൽ മുതഹാബീന ഫിയ്യ, എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക്. രണ്ടാളുമുള്ള സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താ? അള്ളാന്റെ പേരിലാണ് രണ്ടാളും പരസ്പരം സ്നേഹിക്കുന്നത്. വൽ മുതജാലിസീന ഫിയ്യ, എന്റെ പേരിൽ പരസ്പരം കൂടിയിരിക്കും. എന്തിനാ കൂടിയിരിക്കുക? അല്ല നമ്മളിങ്ങനെ ചക്കരക്കൽ ഇങ്ങനെ മതിയോ? നമുക്ക് നല്ലൊരു മദ്രസ വേണ്ടേ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അല്ല നമ്മളിവിടെ കുറേ ഈ കൊളംബസാർ ഭാഗത്ത് കുറേ നല്ല മനുഷ്യന്മാരുണ്ട്, ഓരോക്കെ ഇത് സത്യമാണെന്ന് വിചാരിച്ച രാത്രിയിലേക്ക് പോകുന്നത്, ഓർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളൊന്ന് കൂടിയിരിക്കുക. അഹമ്മദ് സ്വലാത്ത് ഇവിടെ ഒരു വയൽ വെച്ചാലോ? ഒരു വയൽ അങ്ങോട്ട് വെച്ചു. നമ്മൾ വിചാരിച്ചു നിങ്ങൾ സാധാരണ മനുഷ്യനാ നബി എന്ന് പറയുന്ന ആളാണ്. ഇപ്പല്ലേ മനസ്സിലായത്. നമ്മൾ വിചാരിച്ചത് നിങ്ങൾ മരിച്ചാൽ പാട്ടിനെ കൂച്ചുണ്ട് പോലെ കൂച്ചു. ഇപ്പല്ലേ മനസ്സിലായത് മരിച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഖബറിന്റെ അടുത്ത് പോകണല്ലേ. നമ്മൾ വിചാരിച്ചേ നിങ്ങൾക്ക് വിക്രുമില്ല, ദുആയുമില്ല. ഇപ്പല്ലേ മനസ്സിലായത്. ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആ സ്ഥലത്തേക്ക് ചെല്ലണം, മൈക്ക് വെക്കാൻ പറ്റിയ സ്ഥലത്ത് മൈക്ക് വെക്കണം, നേരെ പറയാൻ പറ്റിയ സ്ഥലത്ത് നേരെ പറയണം. അതിനാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് സംവിധാനം ഉപയോഗിച്ച് ഹക്ക് മനസ്സിലാക്കിയ മൂന്നാളൊരു സ്ഥലത്തുണ്ട്. 3 പേരെ കുത്തിരിക്കരുത്, ഒരുമിച്ച് ചേരണം. അല്ല നമ്മളെ മക്കളെ കഴിച്ചിലാക്കണ്ടേ? എന്താ ഇപ്പൊ കുട്ടികളൊക്കെ സ്ഥിതി? നമുക്കിവിടെ ഖുർആൻ ക്ലാസ് തുടങ്ങണം, നമുക്ക് കുട്ടിക്ക് ദീനൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം, നമുക്കിവിടെ ഒരു പള്ളി വേണ്ടേ? ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ സഹോദരങ്ങളെ ദീനിയായി നമ്മൾ സംഘടിക്കണം. നല്ല ഒരേ ആശയമുള്ളവർ സംഘടിച്ച് 4-ാമനിലേക്കും 5-ാമനിലേക്കും നോക്കൂ. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും 10,000-ങ്ങളില്ലേ? പക്ഷെ എത്ര ആളെ ഖബർ മദീനത്തുണ്ട്? 12,000-ൽ പരം സഹാബികൾ. ബാക്കിയുള്ളവർക്ക് എവിടെ പോയി? എത്ര സഹാബികളുടെ ഖബർ മക്കത്തുണ്ട്? നമ്മളൊക്കെ ഹജ്ജിനൊക്കെ പോയാൽ അല്ലെങ്കിൽ ഉംറക്ക് പോയാൽ പറയൂ, ഈ ഹറമിന്റെ ഇവിടെ ആണെങ്കിൽ 10 സെന്റ് സ്ഥലം കിട്ടിയെങ്കിൽ ഇവിടെ അങ്ങനെ കൂടി എല്ലാ ദുഹറിനും വന്നു ഇല്ലേ? അപ്പൊ ഇത് സഹാബിക്ക് എന്തിനാ അവിടെ നിൽക്കാതിരുന്നത്? സഹോദരി സ്വഹാബികൾ എന്തിനാണ് മക്ക വിട്ടുപോയത്? സ്വഹാബികൾ എന്തിനാണ് മദീന വിട്ടുപോയത്? അവർ വലിയ ബുദ്ധിമാന്മാരാ. 2025 ചെയ്ത കേരളത്തിൽ നിന്ന് പോയ ഹാജിമാരുടെ കൂലി, ഹജ്ജ് ചെയ്ത 25 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഹാജിമാരുടെ കൂലി ഓർക്ക് കിട്ടി. കാരണം എന്താ അറിയോ? കേരളത്തിൽ ഹജ്ജ് പോകാൻ കാരണം സ്വഹാബികൾ റസൂലുള്ളാഹിയുടെ ആഹ്വാനം കേട്ട് പിന്നെ കൊടുങ്ങല്ലൂർ വന്നു, ജീവൻ പണയം വെച്ച് വന്നു. എന്നിട്ടാ ഞമ്മക്ക് അപ്പൊ അവര് ചിന്തിച്ചെന്താ അറിയോ? ഇവിടെ ലോകത്തിലുള്ള വ്യത്യസ്ത ഭാഗത്തുള്ള ആൾക്കാർ മുസ്ലിങ്ങളായി ഇവിടെ വന്ന് ആ കൂലിയൊക്കെ നമുക്ക് കിട്ടും. നമ്മളിവിടെ നമ്മളൊരാളെ കൂലിയെ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ സഹോദരങ്ങളെ? ഈ പണി അവരെടുത്തോണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളായത്. ഞങ്ങൾക്ക് കിട്ടിയത് ആർക്കും കൊടുക്കൂല, ഞങ്ങൾക്ക് കിട്ടിയത് ആരും കൊടുക്കൂല. ശരിയല്ല. അത് പ്രചരിപ്പിക്കണം, അത് നാടിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. ബാക്കി എല്ലാ കാര്യത്തിനും നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കും, നമ്മുടെ കഴിവ് നമ്മൾ ഉപയോഗിക്കും. എന്നാൽ ജാരിയായ സ്വതക്കയായി കിട്ടാൻ പറ്റും. ഇന്ന് ഈ ഖുത്ബ കേൾക്കുന്ന ആൾക്കാരെ കൂലി ആർക്കാ സഹോദരങ്ങളെ? ഈ അങ്ങാടിയിൽ വേസ്റ്റ് കൊണ്ടിട്ട ഈ സ്ഥലത്ത് ഒരു സ്ഥലമെടുക്കാൻ കുറച്ച് ആൾക്കാർ കൂടിയിരുന്നു ഇവിടെ.